സന്യാസിദേശ വാർഷികത്തോടനുബന്ധിച്ച് ആത്മവിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഗുരു അനുഭവത്തിൻ്റെ ആത്മസാക്ഷ്യം സത്സംഗം 3-ാം ദിവസം ആരംഭിക്കുകയാണ്. ഇന്നത്തെ സത്സംഗം കോർഡിനേറ്റ് ചെയ്യുന്നത് ശാന്തിപുരം, കരുണപുരം യൂണിറ്റുകളാണ്. സത്സംഗം ആരംഭിക്കുന്നതിനായി പ്രാർത്ഥനയ്ക്കായി സർവാദരണീയ സ്വാമി നവോത്ഥാന തപസ്വിയെ ക്ഷണിച്ചുകൊള്ളുന്നു. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം ഇഹലോകവും പരലോകവും ഉലകാകയും നിറയുന്നൊരാം കരുണയാം പൊരുളിന്നു ഞങ്ങളിലേകണേ കരുണാമയാ. വന്ദനം ഗുരുവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം തവ പാദപങ്കജവന്ദനം. തിരുവണി വായിക്കുന്നതിനായി ശാന്തിഗിരി ശാന്തിമയ മാങ്കം ശ്രീ മധുരനാഥൻ പിയെ ക്ഷണിക്കുന്നു. ഗുരുശരണം. ഗുരുവാണി. സന്യാസിയുടെ ത്യാഗം കൊണ്ട് ഏതൊരു കാര്യത്തിനും പൂർണ്ണമായൊരു നേട്ടമുണ്ട്. അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടായാൽ നിങ്ങളുടെ സന്താനങ്ങളിൽ ഭാഗ്യവും ഐശ്വര്യവും വന്നു ചേരും. സദ്ഗുരുശരണം. സ്വാഗതം ആശംസിക്കുന്നതിനായി ശാന്തിഗിരി വിശ്വ സാംസ്കാരിക നവോത്ഥാന കേന്ദ്രം തിരുവനന്തപുരം റൂറൽ ഏരിയ കമ്മിറ്റി ഡെപ്യൂട്ടി കൺവീനർ ശ്രീ രാജ്കുമാർ എസ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ശരണം. സർവാദരണീയ സ്വാമി നവനന്മ ജ്ഞാന തപസ്യയെ ഗുരുനാമത്തിൽ ഈ സ്വാഗതം ചെയ്യുന്നു. ജലജാംബിക മാതൃമണ്ഡലം തിരുവനന്തപുരം റൂറൽ ഏരിയ അവർകളെ ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞത പറയുന്ന ഡോക്ടർ TR ഋഷിമിത്ര മാതൃമണ്ഡലം തിരുവനന്തപുരം റൂറൽ ഏരിയ അവർകളെയും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗുരുവന്ദനം ആലപിച്ച ബ്രഹ്മചാരിണി ഗുരുവന്ദന കെ, കുമാരി നന്മ SR, കുമാരി ഗുരുവത്സ CV എന്നിവരെയും ഗുരുവാണി വായിച്ച ശ്രീ മധുരനാഥൻ P ശാന്തിഗിരി ശാന്തിമഹിമ കോമ്പയറിംഗ് ചെയ്യുന്ന ശ്രീ കുമാർ J നായർ അവർകളെയും ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന സർവാദരണീയരും സമാദരണീയരും ആദരണീയരുമായ സന്യാസിനിമാരെ, ബ്രഹ്മചാരിണിമാരെ, പ്രിയ ആത്മബന്ധുക്കളെ എല്ലാവരെയും ഈ സത്സംഗത്തിലേക്ക് ഗുരുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ശാന്തിഗിരി ആശ്രമം ജോയിൻറ്റ് സെക്രട്ടറി സർവാദരണീയ സ്വാമി നവോത്ഥാന തപസ്വിയെ ഏറെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ ആത്മബന്ധുക്കളെ, ഈ സത്സംഗത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഇവിടെ സന്നിഹിതരല്ലാത്ത എല്ലാ ആത്മബന്ധുക്കളെയും സാദരം പ്രണമിച്ചുകൊണ്ട് ഗുരു അനുഭവത്തിൻ്റെ ആത്മസാക്ഷ്യം വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഏതാനും ചുരുക്കം വാക്കുകൾ പങ്കുവയ്ക്കുന്നതിന് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിൽ സാധാരണ എല്ലാവരും പറഞ്ഞു വരുന്ന ഒരു ചൊല്ല് പോലെയുള്ള ഒരു പ്രയോഗമുണ്ട്, ഗുരു അനുഭവമാണ് എന്നത്. എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് ആ പ്രയോഗം. ഗുരു സാക്ഷാത് പരബ്രഹ്മം എന്ന് പറയുന്ന, ഗുരു അനുഭവമാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഭാരതീയ പാരമ്പര്യത്തെ സംബന്ധിക്കുന്ന ദർശനങ്ങളുടെ വളരെ ആഴത്തിലുള്ള പ്രയോഗങ്ങളാണ്. എന്നാൽ ഭാരതീയ സംസ്കാരത്തിൽ നമുക്ക് ഈ അനുഭവത്തിൻ്റെയും ഗുരു പരമമായ സത്യമാണ് എന്ന ആ സത്യസ്ഥിതിയുടെയും അവബോധവും പ്രയോഗവും നമുക്ക് വളരെ അന്യമാണ്
എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാതാപിതാ ഗുരുർദൈവം എന്ന ആപ്തവാക്യവും നമുക്ക് സുപരിചിതമാണ്. പക്ഷേ നമ്മുടെ ദൈവസങ്കല്പത്തിലും ആത്മീയ അനുഷ്ഠാനങ്ങളിലും എല്ലാം ഗുരു എന്ന് പറയുന്ന ആ മഹിമയുടെയും പൂർണ്ണതയുടെയും ആരാധ്യവും ധ്യാന ജപാദികളുമായ അനുഷ്ഠാനം വളരെ വളരെ പരിമിതമാണ് ഹിന്ദുക്കളുടെ ഇടയിൽ നിന്നാണ് പൊതുവെ അനുഭവം. എങ്ങനെയാണ് നമുക്ക് ഈ ദൈവസങ്കല്പത്തിൻ്റെ പൂർണ്ണവും മഹത്തരവുമായ ധന്യത കൈമോശം വന്നത് എന്നതിനെ സംബന്ധിച്ചും അതെപ്രകാരമാണ് നമുക്ക് മനുഷ്യജീവിതത്തിലേക്ക്, വ്യക്തിജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, സാമൂഹ്യ ജീവിതത്തിലേക്ക് ഒരു വലിയ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആവിർഭാവത്തിന് ഉപകരിക്കുന്ന ഒരു മാനവ സംസ്കൃതിയുടെ രൂപീകരണത്തിലേക്കൊക്കെ നമുക്ക് വഴിതിരിച്ചു വിടേണ്ടത് എന്ന വളരെ അടിസ്ഥാനപരവും ഗൗരവതരവും ആനുകാലിക പരിതസ്ഥിതിക്ക് വളരെയധികം പ്രസക്തിയുള്ളതുമായ ഒരു കാര്യത്തെയാണ് ഗുരു നമ്മോട് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു സ്വഭാവത്തിൽ സംവദിച്ചിട്ടുള്ളത്, പങ്കുവച്ചിട്ടുള്ളത്. ഈ സംസ്കാരത്തെയും സ്വഭാവത്തെയും എങ്ങനെയാണ് നമുക്ക് ദൈവസങ്കല്പത്തിൻ്റെയും ദൈവ ആരാധനയുടെയും ഒരു വൈഭവത്തിലേക്ക്, ഭാരതത്തിൻ്റെ വളരെ പൂർവ്വ പാരമ്പര്യത്തിൽ നിലനിന്നിരുന്ന ആ സംസ്കാരത്തിലേക്ക്, ആ സംസ്കാരത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നതാണ് ആശ്രമം മുന്നോട്ട് വയ്ക്കുന്ന ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഉദാത്തമായ സംസ്കാരം നമ്മളെപ്പോലെയുള്ള ആളുകളിലൂടെ മനസ്സിലാക്കിയും പ്രവർത്തിച്ചും രൂപീകരിക്കുന്ന ഗുരുവിൻ്റെ ഒരു പദ്ധതി. ഇപ്പോൾ ഗുരു അനുഭവത്തിൻ്റെ ആത്മസാക്ഷ്യം എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള അനുഭവത്തിൻ്റെ ആത്മസാക്ഷ്യമാണ് ഗുരു, എപ്രകാരത്തിലുള്ള ആളുകളുടെ അനുഭവത്തിൻ്റെ ആത്മസാക്ഷ്യമാണ് ഗുരു എന്ന രണ്ട് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അനുഭവത്തിൻ്റെ ആത്മസാക്ഷ്യം എന്ന് പറയുമ്പോൾ അനുഭവം ഇവിടെ ശിഷ്യനാണ്. ശിഷ്യൻ്റെ അനുഭവത്തിൻ്റെ ആത്മസാക്ഷ്യമായിട്ട് ഗുരു എങ്ങനെ വർത്തിക്കുന്നു എന്നതാണ് പ്രധാനം. അപ്പോൾ അനുഭവത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ തന്നെ സംസ്കാരത്തിൽ അനുഭവ സംബന്ധിയായിട്ടുള്ള മുഹൂർത്തങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിക്കുന്ന ഒരു വിശകലനവും അതിനെ സംബന്ധിക്കുന്ന ഒരു പങ്കുവെപ്പും നടത്തിയിട്ടുള്ളത് നമുക്ക് ഗുരുമുഖത്തു നിന്ന് തന്നെ പറഞ്ഞു കേട്ടവരാണ് ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും. അത് ജാഗ്രം, സ്വപ്നം, സുഷുപ്തി, തുര്യം, തുര്യാതീതം ഇങ്ങനെയുള്ള അവസ്ഥകളിലും സന്ദർഭങ്ങളിലുമാണ് ഈ അനുഭവം എന്ന പദത്തിൻ്റെ വിശാലമായ പ്രപഞ്ചം കുടികൊള്ളുന്നത്. അതിൽ ജാഗ്രം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അനുഭവിക്കുന്ന, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പങ്കുവയ്ക്കുന്ന മുഹൂർത്തങ്ങളുടെ അനുഭവം. ഈ അനുഭവത്തിൻ്റെ സാക്ഷിയായിട്ട് ഗുരു വർത്തിക്കുന്നു, അല്ലെങ്കിൽ വർത്തിക്കണം എന്നാണ് നിയമം.
പിന്നെയുള്ള അനുഭവത്തിൻ്റെ മേഖല സ്വപ്നമാണ്. സ്വപ്നാനുഭൂതികളുടെ അനുഭവങ്ങളുടെ ഒരു വശം പഞ്ചേന്ദ്രിയങ്ങളും കടന്നുള്ള ഒരനുഭവ മേഖലയാണ് സ്വപ്നദർശനത്തിലൂടെ അനുഭവവേദ്യമാകുന്നത്. അവിടെ ജ്ഞാനേന്ദ്രിയങ്ങളാണ് പ്രവർത്തനക്ഷമമാവുന്നത്. സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ അതും കടന്ന് ഒരനുഭവ മേഖലയാണ് ആ അനുഭവ രംഗത്ത് തുറന്നു കിട്ടുന്നത്. അവിടെ നമ്മൾ വളരെ ജീവൻ്റെ അവബോധമായിട്ട് അന്നമയ കോശവും പ്രാണമയ കോശവും കടന്ന് സ്വാംശീകരിക്കപ്പെട്ട അനുഭവങ്ങളുടെ മേഖലയാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. ഇതിനും സാക്ഷിയായി ഗുരു ഉണ്ടാവണമെന്ന ഈ തലവും കടന്ന് തുര്യത്തിലേക്ക് കടക്കുമ്പോൾ ഗുരു പറഞ്ഞിട്ടുള്ളത്, അവിടെ ഞാൻ എന്ന ബോധം പോലും കടന്ന് അനുഭവവേദ്യമാകുന്ന അനുഭൂതികളുടെ ഒരു മണ്ഡലമാണ്. അതും കഴിഞ്ഞ് കടന്നു പോകുന്ന അനുഭവ മണ്ഡലത്തെ സംബന്ധിച്ച് നമ്മുടെ ലിഖിതങ്ങളായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പോലും വളരെ ഗോപ്യമായും വളരെ പരിമിതമായും മാത്രമേ വിശകലനം ചെയ്ത് കണ്ടിട്ടുള്ളൂ എന്ന് ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സംസാരമധ്യേ പല സമയത്തും ഗുരു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ അപകടകരമായ ഒരു അനുഭവ മേഖലയാണെന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അപകടം എന്ന് പറയുമ്പോൾ ദുരന്തപൂരിതമായ ഒരു അപകടമല്ലാതെ യഥാർത്ഥത്തിൽ. കാരണം ഈ മണ്ഡലം, ഈ മേഖല തൻ്റെ അസ്തിത്വം പോലും ലയിച്ച് നിൽക്കുന്ന ഒരു മേഖലയിലൂടെ അനുഭവ രീതിയാണ്. അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിന് സാക്ഷിയായി ഗുരു സമീപത്തുണ്ടാവണം എന്ന നിയമം എന്നാണ് ഗുരു പറഞ്ഞത്. അല്ലെങ്കിൽ ആ അനുഭവ മേഖലയിൽ ജീവൻ ആ പരമമായ ചൈതന്യത്തിൽ ലയിച്ചു പോവും. ഇപ്പം സമാധിയുടെ ഒരു വലിയ അവസ്ഥയായിട്ടാണ് ഇതിനെ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു രംഗത്ത് വന്നാൽ സമാധി ഉണർത്തുന്നതിന് ഗുരു സമീപത്തില്ലെങ്കിൽ ആണ് ഇതിൻ്റെ ഒരു അപകടസ്ഥിതി എന്താണെന്ന് ഗുരു നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. ഞാനിതിങ്ങനെ പറയാൻ കാര്യം, ഗുരു അനുഭവത്തിൻ്റെ സാക്ഷ്യം ആണ് എന്ന ആ കാര്യം എങ്ങനെയാണ് ഒരു ജീവൻ്റെ ആത്മീയമായ അവസ്ഥകളുടെ ക്രമാനുഗതമായ മുന്നേറ്റത്തിന്, കടന്നുപോക്കിന് പരസ്പര ബന്ധിതമായി അനിവാര്യമാകുന്നത് എന്നത് ഓർമ്മിപ്പിക്കാനാണ്. ആത്മാവിൻ്റെ ബോധവും ആ ബോധത്തെ മുൻനിർത്തിയിട്ടുള്ള കർമ്മവും ആ കർമ്മത്തിലൂടെ ആർജിക്കുന്ന പുണ്യവും ആ പുണ്യം ഭാഗ്യമായി, ഐശ്വര്യമായി, ജീവൻ്റെ മഹിമയായി ജീവിതം കൊണ്ട് നേടാനും നിലനിർത്താനും വളർത്താനും ഉപകരിക്കുന്ന അറിവും പ്രയോഗവുമായിട്ട് മനുഷ്യനിലയിൽ നിന്ന് പിന്നെ ജീവൻ കടന്നു പോകാൻ ഈ രംഗം തെളിഞ്ഞു വരണമെന്നാണ് ഭാരതീയ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്ന ഉദാത്തമായ ദർശനം. അപ്പം ഇതിനെ നമ്മൾ ജ്ഞാനമാർഗം അല്ലെങ്കിൽ ഗുരുമാർഗം എന്നാണ് പറയുന്നത്.
ഇപ്പം ഈ ഗുരു സകലതിനും സാക്ഷിയായിട്ട് നിൽക്കണമെങ്കിൽ ആ ഗുരു എന്താണെന്ന് നമ്മൾ അറിയണമെന്നാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗുരു എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലുള്ള അബദ്ധം ഒരിക്കലും നമുക്ക് പിന്നെ തിരുത്താനൊക്കത്തില്ല. അപ്പം ഈ ബോധമാണ് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടതെന്നാണ് ഗുരു പല സന്ദർഭങ്ങളായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഗുരു എന്താണെന്നും ഗുരുവിൻ്റെ ഉദാത്തമായ ഭാവം എന്തെന്നും ആ ഗുരു എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നും എവിടെ അവസാനിക്കുന്നു എന്നും തികച്ചും കൃത്യമായ വ്യക്തമായ ബോധ്യം വാക്കുകളിലൂടെ പറഞ്ഞു കേൾപ്പിച്ചും ശിഷ്യഗണങ്ങൾക്ക് ഈ പറഞ്ഞ ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുര്യം തുര്യാതീതം എന്ന് പറയുന്ന അവസ്ഥകളിലൂടെ കാണിച്ചു കൊടുത്തും ബോധ്യപ്പെടുത്തിയും ആണ് യഥാർത്ഥത്തിൽ ഉദാത്തമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ നിലനിൽപ്പും മുന്നോട്ടുള്ള പ്രയാണവും സാധ്യമാവുന്നത്. എവിടെയാണ് ഈ അനുഭവവശം നമുക്ക് നഷ്ടപ്പെട്ടത്, അവിടം കൊണ്ട് ഗുരു എന്ന് പറയുന്ന ഉദാത്തമായ ദൈവസങ്കല്പത്തിനും ക്ഷയം സംഭവിച്ചു എന്നതാണ് ഭാരതീയ സംസ്കാരത്തിന് സംഭവിച്ച ഒരു വലിയ ക്ഷയം എന്നാണ് പല സന്ദർഭങ്ങളായിട്ട് ഗുരു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം എന്താണ് ഈ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ അനുഭവ സാക്ഷ്യം? അത് ചൈതന്യത്തിൻ്റെ അണു മുതൽ അഖണ്ഡം വരെയുള്ള പരിണാമവുമായി ബന്ധപ്പെട്ട സാക്ഷിത്വമാണ്. അതെപ്രകാരം അണു മുതൽ അഖണ്ഡം വരെയുള്ള ചൈതന്യത്തിൻ്റെ ജീവൻ്റെ പരിണാമവുമായി ഈ സാക്ഷ്യം ഒത്തുനിൽക്കും? ഇവിടെയാണ് ഗുരുവിൻ്റെ ഉദാത്തവും സമ്പന്നവും സമ്പൂർണവുമായ മഹത്വത്തെക്കുറിച്ച്, വലുപ്പത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്. ഈ അറിവ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് അറിഞ്ഞോ അറിയാതെയോ ഇന്നും നമ്മൾ ഗുരു സാക്ഷാത് പരബ്രഹ്മം എന്ന് പറഞ്ഞു പോകുന്ന ആ ചൊല്ല്. ഇപ്പോൾ പരമമായ സത്യം രൂപമെടുക്കുന്നതാണ് ഗുരു എന്നാണ്. പരബ്രഹ്മത്തിൻ്റെ രൂപമാണ്. അചിന്യം അവ്യക്തം നിർഗുണം ഗുണാത്മകം സമസ്ത ജഗദാധാരം. അത് ഗുണാത്മകവും സമസ്ത ജഗത്തിന് ആധാരഹേതുവുമായിട്ട് വർത്തിക്കുന്ന ഭാവരൂപ ഹാവാദികളിലേക്ക് ആവാഹിക്കപ്പെട്ടിട്ടുള്ള ആ മഹത്വത്തെയാണ് ഗുരു എന്ന് വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത്. ഈ ഗുരു സകലതിനും സാക്ഷിയാണ്. അതുകൊണ്ട് ഈ ഗുരുവിനെ കർമ്മധർമ്മ സാക്ഷിഭൂതം എന്ന വാക്കുകൊണ്ടും അഭിസംബോധന ചെയ്യാറുണ്ട്. കർമ്മധർമ്മം എന്ന് പറയുമ്പോൾ ധാർമ്മികമായി പ്രവർത്തിക്കേണ്ട ബോധം, ധർമ്മബോധത്തെ മുൻനിർത്തി പ്രവർത്തിക്കുക. എന്താണ് ധർമ്മബോധം? ധർമ്മബോധത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന് പരിണാമത്തിൻ്റെ അണു മുതൽ അഖണ്ഡം വരെയുള്ള ആ സമയക്രമത്തിൽ 3 വ്യവസ്ഥകൾ കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഗുരു പറയുന്നത്. അതിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ അണു മുതൽ മനുഷ്യൻ വരെയുള്ള പരിണാമ സ്വഭാവമാണ്. ഡാർവിൻ പറഞ്ഞിട്ടുള്ളൊരു പരിണാമത്തിൻ്റെ ദർശനം. രണ്ടാമത്തത് മനുഷ്യൻ മുതൽ ഋഷി വരെയുള്ള പരിണാമത്തിൻ്റെ സ്വഭാവം. മൂന്നാമത്തത് ഋഷി മുതൽ മുക്തി വരെ.
പരിണമിച്ചു പോകുന്ന പരിണാമത്തിൻ്റെ ഒരു ഘട്ടം. അതിൽ അണുമുതൽ മനുഷ്യൻ വരെ പരിണമിച്ചു പോകാൻ ധർമ്മകർമ്മങ്ങളെക്കുറിച്ചോ ധർമ്മകർമ്മങ്ങളുടെ സാക്ഷിത്വമായ ഗുരുവിനെക്കുറിച്ചോ ഗുരു എന്ന് പറയുന്ന ദൈവസങ്കല്പത്തിൻ്റെ ഭാവനയെക്കുറിച്ചോ ആ ഭാവനയിൽ സമർപ്പിക്കേണ്ട ഭക്തിയെ സംബന്ധിച്ചോ ഒന്നും തികഞ്ഞ ബോധമില്ലെങ്കിലും ആ വഴിയിലുള്ള പരിണാമം സാധ്യമാണ്. അപ്രകാരമാണ് ഗുരു ആ പരിണാമഘട്ടത്തെ സ്വസങ്കല്പം കൊണ്ട് ചെയ്തു വച്ചിട്ടുള്ളതെന്നാണ്. എന്നിട്ട് ഗുരു പറഞ്ഞു, സ്വകർമ്മം കൊണ്ട് ജീവൻ്റെ ധർമ്മബോധം തെളിഞ്ഞു വരും. ഇപ്പോൾ ഏത് ജീവനും മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ശരീരമുണ്ടെങ്കിൽ ആ ശരീരവൃത്തി മാത്രം മതി ആ ജീവൻ്റെ ധാർമ്മികമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഉയർച്ച വരാൻ. ഇപ്പം ഈ ധാർമ്മികമായ ജീവൻ്റെ അവസ്ഥകൾ ഒരു രംഗം വരെ ഉയർന്നു വന്നാൽ പിന്നെ അത് വാസനാമയമായ ശരീരകർമ്മം കൊണ്ട് മാത്രം പ്രവർത്തിച്ച് ഉയർത്താൻ പറ്റില്ല. സത്ത് തമോ രജോ ഗുണങ്ങളുടെ ഒരു സന്തുലിതാവസ്ഥ വരെ ശരീരകർമ്മം കൊണ്ട് ഇങ്ങനെ ഉയർന്നു പോവാം. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഉയർന്നു പോകാൻ വാസനാമയമായ ശരീരകർമ്മം മാത്രം പോരാ. അവിടെയാണ് ധർമ്മബോധത്തിൻ്റെ സമാരംഭം. ധർമാനുസൃതമായിട്ട് ശരീരം കൊണ്ട് പ്രവർത്തിക്കേണ്ട പ്രവൃത്തിയുടെ പന്ഥാവ് ആരംഭിക്കുന്നത് ഈ മുഹൂർത്തം മുതലാണ്. ആ മുഹൂർത്തത്തെയാണ് മനുഷ്യൻ മുതൽ ഋഷി വരെയുള്ള മുഹൂർത്തമായിട്ട്, കാലമായിട്ട്, മേഖലയായിട്ട് പറയുന്നത്. അപ്പം മനുഷ്യൻ വിശേഷ ബുദ്ധിയുള്ളവനാണ്. വിശേഷബുദ്ധി ത്രികാലബോധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാര്യകാരണ നിവൃത്തി ബന്ധിതമാണ്. അപ്പം അങ്ങനെയുള്ള ത്രികാലബോധവുമായി ബന്ധപ്പെട്ട കാര്യകാരണ നിവൃത്തി ബന്ധിതമായിട്ട് പ്രവർത്തിക്കേണ്ട പ്രവൃത്തിയുടെ ബോധമാണ് ഈ രംഗത്ത് ജീവനെ വളർത്തുന്നതും ഉയർത്തുന്നതും പരിണമിപ്പിക്കുന്നതും. ഇവിടെ ഉൽപ്പത്തി കർമ്മഗതി പോലെ വരൂ എന്ന പ്രമാണം നിലനിൽക്കെ ഉൽപ്പന്നമായ ശരീരം കൊണ്ടുള്ള ത്രികാലബോധമോ വിവേചനബോധമോ കാര്യകാരണ നിവൃത്തിബന്ധിതമായ യുക്തിബോധമോ ഉപകരിക്കില്ല. കാരണം ഉൽപ്പത്തി കർമ്മഗതി പോലെ വന്നാൽ ഉൽപ്പന്നം ആ കർമ്മഗതിയുടെ വാസന മാത്രമേ പ്രകടിപ്പിക്കൂ എന്നാണ് നിയമം. ഇതുകൊണ്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, മദ്യത്തിൻ്റെ കുപ്പിയിൽ എഴുതി വച്ചിട്ടുണ്ട് മദ്യം കഴിക്കുന്നത് ഹാനികരമാണ് എന്ന്. ഇപ്പം ഈ തത്വം മദ്യപാനിക്കും ബാധകമല്ല. മദ്യപാനത്തിൽ വാസനയില്ലാത്ത, മദ്യപാനം നടത്താത്ത വ്യക്തിക്കും ഈ തത്വം ബാധകമല്ല. ആ തത്വമായിട്ട് അവിടെ ഇരിക്കും. മദ്യപാനി ആ തത്വത്തെ വായിച്ച് അവഗണിക്കും. മദ്യപാനം ഇഷ്ടമല്ലാത്ത, ആ വാസനയില്ലാത്ത ഒരാൾ ആ തത്വത്തെ വായിച്ച് പഠിച്ചിട്ടല്ല ആ ഇടത്തിലേക്ക് അടുക്കാത്തത്, പോവാത്തത്. അപ്പോൾ വാസനാമയമായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇവിടെയാണ് മനുഷ്യൻ മുതൽ പിന്നെ പരിണമിച്ചു പോകേണ്ട അവസ്ഥകൾ കടന്നു പോകാൻ താത്വികമായിട്ടുള്ള ദർശനങ്ങളും ഗ്രന്ഥങ്ങളും നമുക്ക് ഉതകാതെ പോകുന്നത്. ഇവിടെ നമുക്ക് ഉതകേണ്ടത് സകല കർമ്മവും ധർമാനുസൃതമായിട്ട് നിർവഹിച്ച് കർമ്മധർമ്മങ്ങൾ അറ്റുപോയിട്ടുള്ള ഒരാത്മസ്വരൂപം ശരീരിയായിട്ട് ജനിക്കുന്ന, അവതരിക്കുന്ന ഒരു ഗുരുവിനെ കിട്ടണമെന്നാണ് പ്രമാണം. ഈ ഗുരുവിൻ്റെ സാക്ഷിത്വത്തിൽ മാത്രമേ നമുക്ക് മനുഷ്യൻ മുതൽ ഋഷി വരെയുള്ള അവസ്ഥ കടന്നു പോകാൻ പറ്റൂ എന്നാണ് ഗുരു സൂചിപ്പിച്ചിട്ടുള്ളത്. എപ്രകാരമാണത് കടന്നു പോകുന്നത് എന്നതിനെയാണ് യഥാർത്ഥത്തിൽ ജീവിതമെന്ന് പറയുന്നത്, ജീവിത ദർശനമെന്ന് പറയുന്നത്, ആശ്രമം എന്ന് പറയുന്നത്,
ആത്മീയം എന്ന് പറയുന്നത്. ഇതെല്ലാം ഒന്നാണ് യഥാർത്ഥത്തിൽ. ഭാരതീയ സംസ്കാരം ഇതിനെ ഒന്നായിട്ടാണ് കാണുന്നത്. വ്യത്യസ്ത പെർസെപ്ഷനിൽ നമ്മളിതിനെ വീക്ഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ സകല അനുഭവങ്ങളുടെയും സാക്ഷിയായിട്ട് ഗുരു നിൽക്കണമെങ്കിൽ തൻ്റെ ജീവനിൽ കർമ്മഗതിയായി സ്വാംശീകരിക്കപ്പെട്ടിട്ടുള്ള സഞ്ചിതമായിട്ടുള്ള കർമ്മത്തെ, ആ കർമ്മത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വാസനയെ, ആ വാസന മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും പ്രകടമാകുന്ന മുഹൂർത്തത്തെ ഗുരുവിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട്, സമർപ്പിച്ചുകൊണ്ട്, ആ മുഹൂർത്തത്തിന് കാരണമായിട്ടുള്ള വാസനാമയമായ എൻ്റെ പൂർവ്വകർമ്മഗതിയുടെ വിധിവിഹിതമായ കർമ്മത്തെ കടന്നു പോകാൻ എന്താണ് പ്രതിവിധി എന്ന് ഈ കർമ്മമറ്റ ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് ഹൃദിസ്ഥമാക്കുന്നതാണ് ധർമ്മമെന്ന. ചോദന ലക്ഷണാർത്ഥോ ധർമ്മ എന്നാണ് അതിനെ നിർവചിച്ചിട്ടുള്ളത്. ഈ പ്രതിവിധി ഗുരുവിൽ നിന്ന്, ഗുരുമുഖത്ത് നിന്ന് ശിഷ്യൻ്റെ അനുഭവ മുഹൂർത്തങ്ങളിലൂടെ പങ്കുവെച്ച് ഹൃദിസ്ഥമാക്കേണ്ടതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് അനേകം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തിട്ടും ആത്മീയമായിട്ടുള്ള ഉന്നതി മനുഷ്യ ജീവിതത്തിൽ കൈവരിക്കാൻ നമുക്ക് സാധ്യമല്ലാതെ പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ജ്ഞാനമാർഗത്തിൽ അധിഷ്ഠിതമായി യോഗവും കർമ്മവും ഭക്തിയും പൂർത്തീകരിച്ച് പോകുന്ന ഒരു ആത്മീയ സംസ്കാരം ഭാരതത്തിൽ ആർഷ സംസ്കാരമെന്നും സനാതനധർമ്മമെന്നും നിലനിന്നിരുന്ന എന്ന നാമത്തിൽ, എന്ന പേരിൽ നിലനിന്നിരുന്ന ആ വ്യവസ്ഥ നമുക്ക് അനുഭവ വഴിയിൽ വീണ്ടെടുക്കേണ്ട ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നത്. എത്ര ഗ്രന്ഥങ്ങളും എത്ര പ്രമാണങ്ങളും എത്ര തത്വങ്ങളും ഹൃദിസ്ഥമാക്കിയാലും ആത്മീയമായിട്ടുള്ള ഉന്നതി ജീവൻ്റെ കർമ്മഗതി അറുത്തുകൊണ്ട് കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം എന്ന് പറയുന്നത് പോലെ ആ കർമ്മഗതികളുടെ കെട്ടുകൾ അറ്റുപോവാൻ വേണ്ട പ്രതിവിധി, ആ കർമ്മഗതിക്ക് പ്രതിവിധിയായി നിവർത്തിക്കുന്ന ധർമ്മമാർഗം മനസാ വാച കർമ്മണ ശിഷ്യൻ ഈ സാക്ഷിത്വത്തിൽ നിന്ന് ഹൃദിസ്ഥമാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ പ്രായോഗിക രംഗം. തൻ്റെ കർമ്മഗതിയിൽ നിന്ന് ഉടലെടുക്കുന്ന അനുഭവങ്ങളുടെ ഓരോ മുഹൂർത്തങ്ങളും ആ അനുഭവങ്ങളുടെ സുഖദുഃഖങ്ങൾക്കോ ഗുണദോഷങ്ങൾക്കോ ഉയർച്ച താഴ്ചകൾക്കോ നന്മ തിന്മകൾക്കോ പുണ്യപാപങ്ങൾക്കോ തൂക്കം കൽപ്പിക്കാതെ അതിനെ ഒരേപോലെ കണ്ടുകൊണ്ട് ഈ കർമ്മഗതിയുടെ ആവിഷ്കാരത്തിൻ്റെ മുഹൂർത്തം ഗുരുവിൽ പങ്കുവെക്കുന്നതാണ് ഈ സാക്ഷിത്വത്തിൻ്റെ പ്രായോഗികമായ ഏറ്റവും വലിയ മുഹൂർത്തം. ശിഷ്യൻ ഗുരുവിൻ്റെ മുന്നിൽ പങ്കുവെക്കുന്ന ഈ അനുഭവം ശിഷ്യൻ തൻ്റെ വാക്കുകളെ കൊണ്ട് ഗുരുവിൽ സമർപ്പിക്കുമ്പോൾ ഇതിങ്ങനെ ഇവന് വരാൻ എന്താ കാര്യം എന്ന് ത്രികാലജ്ഞനും കർമ്മധർമ്മ സാക്ഷിയും ആത്മജ്ഞാനിയുമായ ഗുരു ചിന്തിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്മൃതി എന്നാണ്. ഗുരുവിൻ്റെ ഈ സ്മൃതി പദത്തിൽ ത്രികാലജ്ഞനും കർമ്മധർമ്മ സാക്ഷിബോധവും ആത്മജ്ഞാനിയുമായതുകൊണ്ട് ഈ അനുഭവത്തിൻ്റെ വിധിവിഹിതമായ കാരണമെന്തെന്ന് തെളിയും. ഈ തെളിയുന്ന കാരണത്തിൻ്റെ നിവൃത്തി മാർഗം ഗുരു ശിഷ്യനോട് പ്രതിവചിക്കുന്നതാണ് ശ്രുതി. ഗുരുവിൻ്റെ ശ്രുതിയിലൂടെ, വാക്കിലൂടെ പുറത്തോട്ട് വരുന്ന ആ ശബ്ദം, ആ അർത്ഥം ശിഷ്യൻ ഗുരുവിൻ്റെ സമീപത്തിരുന്നു കൊണ്ട് മനസാ വാച കർമ്മണ ഞാനിത് ജീവിതം കൊണ്ട് അനുസരിക്കുമെന്ന ഭാവേന അനുസരണയോടുകൂടി ഭക്തിയോടുകൂടി ഹൃദിസ്ഥമാക്കാൻ ശ്രമിക്കുന്നതാണ് ഉപനിഷത്ത് എന്നാണ്. ഗുരുവിൻ്റെ സമീപത്തിരുന്ന് ഗുരുമുഖത്ത് നിന്ന് ഹൃദിസ്ഥമാക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്രകാരം ഉപനിഷത്തിലൂടെ ഗുരു വചിക്കുന്ന ആ ശബ്ദത്തിൽ അന്തർലീനമായിട്ടുള്ള
തത്വമാണ്, അർത്ഥമാണ് വേദം, പരമമായ സത്യമെന്നാണ്. ഏത് നിലയ്ക്ക് പരമമായ സത്യമാണ് ഇത്? വിധിവിഹിതമായി തൻ്റെ ജീവനിൽ പൂർവജന്മാർജിതമായിട്ട് അന്തർലീനമായിരിക്കുന്ന കർമ്മഗതിയെ നിവർത്തിച്ചു പോവാനുള്ള നിവൃത്തി മാർഗത്തിൻ്റെ പ്രതിവിധിയുടെ മാർഗദർശനമാണ് ഇതിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥം. അതുകൊണ്ടാണ് ഇതിനെ ധർമ്മം എന്നാണ് പറയുന്നത്. ഈ ധർമ്മത്തെ, ഈ വേദമായി ഹൃദിസ്ഥമാക്കിയ ധർമ്മത്തെ സ്വജീവിതത്തിൽ പുലർത്തി പൂർവകർമ്മത്തിൻ്റെ നന്മതിന്മകളിൽ നിന്നോ ഗുണദോഷങ്ങളിൽ നിന്നോ പുണ്യപാപങ്ങളിൽ നിന്നോ മുക്തി നേടുന്ന കർമ്മം ജീവിതം കൊണ്ട് ശീലിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സാക്ഷിത്വത്തിൻ്റെ ജീവിതഗന്ധിയായ ഒരു മാനം അല്ലെങ്കിൽ ഒരു മുഖം. ഇപ്പം ഇങ്ങനെ സകല കർമ്മവും ധർമാനുസൃതമായിട്ട് നിർവഹിച്ച് കർമ്മധർമ്മ പൂർണ്ണത പ്രാപിച്ചിട്ടുള്ള അവസ്ഥയാണ് ദേവാവസ്ഥ എന്നാണ് ഗുരു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പല തവണ പറഞ്ഞു കേൾപ്പിച്ചതായി കാര്യങ്ങളെല്ലാം. ഏത് കർമ്മവും ധർമാനുസൃതമായി നിർവഹിച്ച് കർമ്മധർമ്മങ്ങളുടെ ഔന്നിത്യം പ്രാപിച്ചിട്ടുള്ള അവസ്ഥ. ഈ കർമ്മധർമ്മങ്ങളിൽ നിന്ന് ജീവൻ അറ്റുപോകുമ്പോൾ, വിടുതൽ പ്രാപിക്കുമ്പോൾ, ദേവാവസ്ഥയും കടന്ന് ദേവമണ്ഡലവും കടന്ന് ജീവൻ ഋഷിമണ്ഡലം പ്രാപിക്കുമെന്നാണ്. ഈ ഋഷിമണ്ഡലത്തിൽ നിന്നാണ് ഈ സാക്ഷിത്വത്തിൻ്റെ ആത്മഭാവം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞു, ഋഷിമണ്ഡലത്തിൽ നിന്നാണ് ഗുരു ആരംഭിക്കുന്നത്. ഇപ്പം ഋഷിമണ്ഡലത്തിലേക്ക് എത്തിയ ഒരു ജീവൻ പിന്നെ കർമ്മധർമ്മങ്ങൾ അറ്റുപോയതുകൊണ്ട് ജനിക്കേണ്ടതിൻ്റെ കാര്യമില്ല. അതുകൊണ്ടാണ് ജീവൻ അണുമുതൽ അഖണ്ഡം വരെ പരിണമിക്കുന്ന പരിണാമത്തിൽ ഋഷി മുതൽ മോക്ഷം വരെയുള്ള പരിണാമത്തിൻ്റെ അവസ്ഥ കടന്നു പോകുന്നത് ജനിച്ചിട്ടല്ല. ഗുരു അതിന് പറഞ്ഞ വാക്ക്, ആ പ്രകാശാവസ്ഥകളെല്ലാം സ്വസങ്കല്പം കൊണ്ട് കടന്നു പോകാൻ പറ്റും, ജനിക്കേണ്ട കാര്യമില്ല എന്നാണ്. ആത്മനെ ആത്മാനുദ്ധരേത് എന്ന് ഭഗവാൻ കൃഷ്ണൻ ഇതിനെക്കുറിച്ച് നമ്മളെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് എന്ന് ഗുരു പറഞ്ഞു ഒരിക്കൽ. ആത്മാവിനെ ആത്മാവ് കൊണ്ട് സ്വസങ്കല്പം കൊണ്ട് ഉയർത്തിക്കൊണ്ടു പോകാം. അപ്പോൾ ശരീരകർമ്മം കൊണ്ട് കടന്നു പോകുന്ന മണ്ഡലത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുക, ധർമാനുസൃതമായിട്ട് പ്രവർത്തിക്കേണ്ട കർമ്മധർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ട് നിൽക്കുക, കർമ്മധർമ്മങ്ങളറ്റ് സ്വസങ്കല്പം കൊണ്ട് കടന്നു പോകേണ്ട മോക്ഷ മാർഗത്തിൻ്റെ സാക്ഷിയായി നിൽക്കുക. ഈ മൂന്നിൻ്റെയും സാക്ഷിത്വത്തിൻ്റെ ആധികാരികതയാണ് ഗുരുവിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗുരു മോക്ഷത്തിൻ്റെ അധികാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയെ ശിവൻ ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട്. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ടുള്ള സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ മൂർത്തിഭാവങ്ങളായിട്ടുള്ള ഞങ്ങളുടെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും മോക്ഷവും ഈ ഗുരുവിൽ നിക്ഷിപ്തമാണ്. അങ്ങനെ ഒരു ഗുരുവിനെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ കിട്ടി ആ ഗുരുശിഷ്യ ബന്ധത്തിലൂടെ വേണം മോക്ഷം പ്രാപിക്കാൻ എന്ന ആഗ്രഹം മുൻനിർത്തിയിട്ട് ഒരു ഉപദേശം ഭാര്യയ്ക്ക് ആ അമ്മ ചോദിക്കുന്ന സംശയത്തിൻ്റെ നിവൃത്തി എന്ന നിലയ്ക്ക് ഉപദേശിക്കുന്ന അനേകം ഉപദേശങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ശ്ലോകമുണ്ട്. അപ്പം ഞാനിത് പറഞ്ഞത് എപ്രകാരമാണ് ഗുരു എന്ന് പറയുന്ന ആ മഹിതമായ പൂർണ്ണമായ പ്രകാശത്തിൻ്റെ രൂപം, ഭാവം, ആ മൂർത്തമായ ആവിഷ്കാരം ഗുരു എന്ന നിലയ്ക്ക് ദൈവസങ്കല്പത്തിൻ്റെ ഉദാത്തമായ ഭാവമായിട്ട് നിലനിന്നിരുന്ന ആർഷ സംസ്കാരത്തിൽ സനാതനധർമ്മത്തിൻ്റെ ദൈവസങ്കല്പം
ആ ഏകവും സത്യവുമായ ദൈവസങ്കല്പം എപ്രകാരമാണ് നമുക്ക് പല രൂപനാമഭാവഹാവാദികളോട് കൂടിയ 33 കോടി രൂപഭാവങ്ങളിലേക്ക് തിരിഞ്ഞു പോയത്. ഇവിടെയാണ് നമുക്ക് ഈ സനാതനധർമ്മത്തെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കേണ്ട ആവശ്യകത നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. ഈ ജാതിയും മതവും കുലവും ഗോത്രവും വർണ്ണവും കുലത്തൊഴിലും കുലദൈവവും കുടുംബക്ഷേത്രം, ഗ്രാമക്ഷേത്രം, ക്ഷേത്രം, മഹാക്ഷേത്രം എന്നൊക്കെയുള്ള നാമരൂപങ്ങളിൽ അറിയപ്പെടുന്ന ആരാധനാ സ്വഭാവത്തെയും കടന്നുപോയിക്കൊണ്ട് ഈ രംഗത്തെല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്ന ചൈതന്യങ്ങൾക്ക് ജന്മമോ മുക്തിയോ മോക്ഷമോ കൊടുക്കുന്ന കർമ്മത്തിൻ്റെ സാക്ഷിത്വമായിട്ട് ഗുരു വർത്തിക്കുന്നു എന്ന ആ പരമമായ ബോധ്യം, അനുഭവം ഗുരുശിഷ്യ ബന്ധത്തിലൂടെ ഈ ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുര്യം തുര്യാതീതം എന്ന് പറയുന്ന അവസ്ഥകളിൽ അനുഭവിപ്പിച്ച് സ്ഥാപിക്കുന്നതാണ് ധർമ്മസംസ്ഥാപനം. അതാണ് ഗുരുശിഷ്യ ബന്ധം, അതാണ് ഗുരുമാർഗം, അതാണ് സനാതനധർമ്മം, അതാണ് ഗുരു ആശ്രമത്തിലൂടെ മനുഷ്യ സമൂഹത്തിൻ്റെ മുന്നിൽ ജാതി മത വർഗവർണ്ണ ചിന്തകൾക്ക് അതീതമായി ആത്മീയ ബോധത്തെ മുൻനിർത്തി നമുക്ക് ഒരുമിക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും ആ ദൈവസങ്കല്പത്തിൻ്റെ ഉദാത്തമായ ഭാവത്തെ മുൻനിർത്തി ആത്മീയമായ ഒരു സംസ്കാരം വളർത്തിയെടുക്കാനും നിർദ്ദേശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഗുരുശിഷ്യ പരമ്പരയുടെ സ്വഭാവം രൂപീകരിച്ച് ലോകത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്നത്. ഇപ്പോൾ ഗൃഹസ്ഥ ശിഷ്യന്മാരും സന്യാസ ശിഷ്യന്മാരും ഈ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള തങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവ മുഹൂർത്തങ്ങളെയും ആ അനുഭവങ്ങളുടെ സാക്ഷിയായിട്ട് ഗുരുവിനെ കണ്ടുകൊണ്ട് ഗുരുവിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിതം പൂർത്തീകരിക്കുന്ന ഒരാത്മീയ വൈഭവമായി പ്രയോഗമായി നമുക്കിത് ഏവർക്കും ഉതകട്ടെ എന്നും ഇത് ഒരു വിശ്വമാനവ സമൂഹത്തെ രൂപീകരിക്കുന്നതിന് ഉള്ള ഒരു തുടക്കമെന്ന വണ്ണം ഗുരു ചെയ്ത കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടാവണം, പ്രാപ്തി ഉണ്ടാവണം എന്ന പ്രാർത്ഥന ഗുരുപാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. സദ്ഗുരുവേ ശരണം. അനുഭവം പങ്കുവച്ച് സംസാരിക്കുന്നതിനായി ശാന്തഗിരി മാതൃമണ്ഡലം തിരുവനന്തപുരം റൂറൽ ഏരിയ കമ്മിറ്റി അംഗം ശ്രീമതി ജലജാംബിക വി അവറുകളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗുരുവേ ശരണം. ഞാൻ ഏറ്റവും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഏകദേശം 7-8 വയസ്സ് മാത്രം പ്രായമുള്ളപ്പം ആണ് എൻ്റെ അമ്മയ്ക്ക് അതിഭയങ്കരമായ തലവേദന വരികയും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അമ്മയെ അഡ്മിറ്റാക്കുകയും അത് ഒരുപാട് ഡോക്ടർമാരും വൈദ്യന്മാരും മന്ത്രങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അച്ഛൻ. അവസാനം മെഡിക്കൽ കോളേജിലെ 19ാമത്തെ വാർഡ് അമ്മയ്ക്കുള്ള സ്ഥിരം വാർഡായിരുന്നു അത്. അമ്മ അവിടെ മാസങ്ങളോളം കിടക്കുമായിരുന്നു അഡ്മിറ്റായിട്ട്. ട്യൂബ് വഴി അമ്മേരെ മൂക്ക് വഴി തല കഴുകുമായിരുന്നു. 2-3 പ്രാവശ്യം അത് ചെയ്തു കഴിഞ്ഞിട്ടും അമ്മയ്ക്കൊരു സമാധാനമില്ലാതിരുന്നു. പിന്നെ കൈയിൻ്റെയും കാലിൻ്റെയും ചലനശേഷി നഷ്ടപ്പെട്ടു തുടങ്ങി. അവസാനം ഡോക്ടർമാർ പറഞ്ഞു ഒരു ഓപ്പറേഷനുണ്ട്, എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല, അത് ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അച്ഛനോട്. അച്ഛൻ അത് സമ്മതിച്ചില്ല. അപ്പോൾ അച്ഛൻ്റെ ബന്ധുവായ, അതായത് ആറ്റിങ്ങൽ കൊടിത്തറ വീട്ടിൽ ഡോക്ടർ വേലായുധൻ ജിജി ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്ന ഡോക്ടർ, അദ്ദേഹം ഇപ്പം ഇല്ല. അപ്പോൾ അച്ഛൻ്റെ അമ്മാവൻ്റെ മോനാണ് അദ്ദേഹം. അന്ന് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജിസ്റ്റ് ജോലി ചെയ്യണ സമയമാണ്. അപ്പോൾ അച്ഛനെ കാണുകയും വിശേഷം പറയും. അമ്മ അവിടെ പോയി നിന്നിട്ടാണ്, മുറിഞ്ഞ പാലമാണ് അവരുടെ വീട്, അവിടെ പോയി നിന്നിട്ടാണ് രാത്രിയിൽ അവിടെ പോയി നിൽക്കും, രാവിലെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ്റെ കാര്യം വല്യച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ വല്യച്ഛൻ പറഞ്ഞു
എടാ അത് ചെയ്താൽ ആ മയക്കത്തിൽ നിന്ന് ആ കൊടുക്കുന്ന മരുന്നിൽ നിന്നും പിന്നെ അവൾ ഓർമ്മ തെളിയൂല, നീ അത് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ പല ദിവസവും ഡോക്ടർമാരെ കാണിക്കാൻ കൊണ്ടുപോകും. പിന്നെ 21 കലത്തിലൊരു പൊങ്കാലയിട്ട് മുത്തശ്ശി 21 കലം നിരത്തി വെച്ച് പൊങ്കാലയിട്ട് അത് എല്ലാവർക്കും കൊടുത്തു. എന്നിട്ടും ഒരു സമാധാനവും ഇല്ല. 7ാമത്തെ വയസ്സിൽ എന്നെ ശബരിമലയ്ക്ക് വിട്ടു. ശബരിമല അയ്യപ്പൻ്റെ പടി കയറി പോയി വന്നാൽ സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് എന്നെ അച്ഛൻ ശബരിമലയ്ക്കും കൊണ്ടുപോയി. പിന്നെ ഇത്രയും വേദനകളെല്ലാം സഹിച്ച് കഴിയുന്ന നമുക്ക് അത്രയും അങ്ങോട്ട് അറിയത്തില്ല. അമ്മയെ ഇഷ്ടമാണ്, പക്ഷേ അമ്മ ഇത്രയും വേദന സഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. ഒരു ദിവസം അച്ഛൻ ഡോക്ടറെ കണ്ട് തിരിച്ച് അമ്മയും കൊണ്ട് പിടിച്ചുകൊണ്ട് വരുമ്പോൾ വാമനപുരം ജംഗ്ഷനിലുള്ളൊരു ചായക്കടക്കാരനുണ്ടായിരുന്നു. ഗംഗാധരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് പോത്തങ്കോട്ട് ധർമ്മജ ഹോട്ടലിട്ടേക്കുന്ന അവരുടെ അച്ഛൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, പോത്തങ്കോട്ടൊരു കുടിലുണ്ടടാ, ആ കുടിലിൽ ഒരു സ്വാമിയുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് ഒന്ന് കാണിച്ച് നോക്ക്, ചിലപ്പോൾ ആ സ്വാമി എന്തെങ്കിലും തരും. ഒരുപാട് പേരൊക്കെ അവിടെ പോയിട്ട് രക്ഷ കിട്ടിയതായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഒരു ദിവസം അമ്മയും കൊണ്ട് ഇവിടെ പിടിച്ചുകൊണ്ട് വന്നു. കൊണ്ടുവന്നപ്പോൾ ആ ഓലക്കുടിലിൽ നിന്ന് ഗുരു പർണശാലയുടെ ഫ്രണ്ടിൽ 2 തൂണുണ്ട്. ആ തൂണിൻ്റെ ഇടയിലായിട്ട് ഗുരു നിൽക്കുകയാണ്. അച്ഛൻ അമ്മയും കൊണ്ട് എല്ലാവർക്കും ഗുരു അന്ന് ഏതാനും 5-8 പേര് ഗുരുവിനെ കാണാനും നമസ്കരിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛന് മാത്രം ഗുരു ഭസ്മം കൊടുത്തില്ല. അപ്പം അച്ഛൻ നിരാശനായി വീട്ടിൽ വന്ന് അപ്പം ഞങ്ങൾ ചേച്ചി കുറച്ച് എന്നെക്കാളും 2-3 വയസ്സിന് ഉള്ളതുകൊണ്ട് ചേച്ചിയോടായി പറഞ്ഞു, മക്കളെ സ്വാമി നമ്മളെ കൈവിട്ടു എന്ന് പറഞ്ഞു. ലോകത്തൊരു ശക്തിക്കും ആർക്കും അമ്മയെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം അച്ഛൻ്റെ മനസ്സിലും ഉണ്ടായി. ഗുരുവും ഭസ്മവും തന്നില്ലല്ലോ. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞ്, നമുക്കൊരു ദിവസം ഗുരുവിനെ കാണാൻ പോയാലോ എന്ന് ചോദിച്ച്. ഞങ്ങൾ 2 പേരും കൂടെ 50 പൈസ സംഘടിപ്പിച്ചു മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന്. അന്ന് 10 പൈസ മതി. വാമനപുരം വരെ നടന്നിട്ട് നമ്മൾ 10 പൈസ കൊടുത്ത് ഈ പൂലന്തറ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഊടുവഴിയാണ്, ഉരുളം കല്ലുകളുള്ള വഴിയിൽ കൂടെ നമ്മളിവിടെ എത്തിയപ്പോൾ ഗുരുവിൻ്റെ രൂപം ഇവിടെ ഇരിക്കണ പഴയ വിശ്വാസിയൊക്കെ എല്ലാവർക്കും അറിയാം ഗുരു എങ്ങനെയായിരുന്നെന്നും ഗുരുവിൻ്റെ രൂപം എങ്ങനെയാണെന്നും. പക്ഷേ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞ ആ ഒരു മുഖം ഇത്രയും പ്രായമായാലോ മുഖത്തൊന്നും മായൂല നമ്മളെ മനസ്സിൽ നിന്ന്. ഗുരു മുല്ലപ്പൂ മുട്ടുപോലിരിക്കണ ആ മുഖം കൊണ്ട് ഒന്ന് ചിരിച്ചു കാണിച്ചു. എന്നിട്ട് ആ താമര മുട്ടുപോലുള്ള കൈ നെഞ്ചിലിങ്ങനെ വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഗുരുവേ നമുക്ക് അമ്മയെ വേണമെന്ന് പറഞ്ഞു. ഗുരുവിന് അത് എങ്ങനെയോ ഗുരുവിൻ്റെ ആ തപോബലം കൊണ്ടോ എങ്ങനെ നമുക്ക് ഗുരു ഒന്നും പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ആരാധന കൂടിയ ഭസ്മം ശേഖരിച്ചു. ഗുരു എന്തായാലും ഭസ്മം തരൂല എന്ന് ഉറപ്പായ ഒരു ചേച്ചിക്ക് മനസ്സിലായി. ഈ ഭസ്മം അന്ന് ചെമ്പരത്തിയാണ്, ചുറ്റാകെ ചെമ്പരത്തി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കപ്പത്തണ്ടാണ് വേലിയായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ചെമ്പരത്തി ഇലയിൽ നിന്ന് ഒരു ഇല എടുത്ത് ഈ ആരാധനയ്ക്ക് തരുന്ന ഭസ്മം നമ്മൾ തൊട്ടില്ല. ഇത് പൊതിഞ്ഞു വെച്ച് വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്കിട്ട് കയ്യിലും കാലിലും ഒക്കെ ഇട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പം അമ്മയ്ക്ക് കൈയും കാലും ഒക്കെ ഒന്ന് ചലിക്കാൻ തുടങ്ങി. അപ്പം അടുത്ത ശനിയാഴ്ച സ്കൂള് വിട്ട് ഞങ്ങൾ വീണ്ടും വന്ന് ഗുരുവിനോട് പറഞ്ഞ്, ഗുരുവേ അമ്മ കൈയൊക്കെ അനക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാനും തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഗുരു പറഞ്ഞ് ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛനത് വലിയ സന്തോഷമായി. അച്ഛനും അമ്മയും ഞങ്ങളിവിടെ വന്ന് ഗുരുവിനെ കണ്ട് അമ്മ നടക്കാൻ തുടങ്ങി, ആഹാരം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളെ മുമ്പായി അഥവാ അമ്മയും അച്ഛനും പിന്നെ ഓരോന്നും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. എനിക്ക് മന്ത്രവും തന്ത്രവും കർമ്മവും ഒന്നും ഞാൻ ചെയ്യാറില്ല, ഞാൻ സിദ്ധി കാണിക്കാറില്ല. നിങ്ങളെ മുന്നിൽ നിങ്ങളെ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒരു ഫലം ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതാണ്. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഉപാധി, പ്രാർത്ഥനയാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് നമ്മളപ്പോൾ അന്നോട്ടേ കരഞ്ഞു പ്രാർത്ഥിക്കും ഗുരുവിനെ. ഈ പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ
സാധാരണ പ്രാർത്ഥനയല്ല, പരബ്രഹ്മമേ എന്ന് വിളിച്ചാൽ ആ അന്തരീക്ഷത്തിൽ അത് കേട്ട് അത് പ്രതിധ്വനിക്കും പോലെ നമ്മൾ പ്രാർത്ഥിക്കുമായിരുന്നു. അത്രയും പ്രാർത്ഥന എത്തിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ചെറിയ വീടാണ് നമുക്കുള്ളത്. അപ്പോൾ ഗുരുവിനോട് ഞങ്ങൾ രണ്ടുപേരും കൂടെ, അച്ഛൻ ഇതൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ നമുക്കൊരു കുഞ്ഞു വീടാണ്, വസ്തു കുറേ ഉണ്ട്, പക്ഷേ ചെറിയൊരു വീടാണ്, വീട് വെക്കണം എന്നുള്ള ആഗ്രഹം അങ്ങോട്ട് പറഞ്ഞില്ല, ചെറിയ വീടാണ് എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഗുരു പറഞ്ഞു നിങ്ങളൊരു വീട് വെക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ കുറേശ്ശെ ഉള്ള ആടും പശുവും ഒക്കെ കൂടെ വിറ്റ്, പിന്നെ തടികളെല്ലാം നമുക്ക് പറമ്പിലുണ്ടായിരുന്നു, അതെല്ലാം കൂടെ കൊച്ചൊരു വീട് വെച്ചു. വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ഗുരുവിനെ അറിയിച്ചു. അപ്പോൾ പൂജാമുറി മാത്രമേ വൃത്തിയാക്കിയുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഗുരു പറഞ്ഞ് ഞാൻ വന്ന് വിളക്ക് കത്തിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 1979 ഗുരു കളമച്ച വന്നു. അപ്പോൾ ഒരു 1/2 കിലോമീറ്ററോളം കളമച്ച ജംഗ്ഷനിൽ നിന്ന് നടക്കണം ഊട് വഴി ഞങ്ങളെ വീട്ടിലെത്താൻ. അപ്പോൾ കളമച്ച സുജാതയമ്മ, പിന്നെ കരുണമാമൻ, ഇവരെല്ലാവരും കൂടെ സന്തോഷിച്ചു ഗുരു വരുമല്ലോ എന്നുള്ള ആ സന്തോഷത്തിലിരുന്ന്. ഗുരു വരാനായിട്ട് അഞ്ചലൊരു പാലുകാച്ചുണ്ടായിരുന്നു. അഞ്ചല് പാലുകാച്ച് കഴിഞ്ഞ് വരണ വഴിക്ക് പെട്രോൾ തീർന്നു പോയി. പെട്രോൾ തീർന്നപ്പോൾ പോത്തങ്കോടുള്ള ഒരു അംബാസഡർ കാറിൻ്റെ ഡ്രൈവറായിരുന്നു അന്ന്. അദ്ദേഹത്തിൻ്റെ പേര് രാജപ്പൻ എന്നാണ്. അദ്ദേഹം പറഞ്ഞ് സ്വാമി പെട്രോൾ തീർന്നു പോയി എന്ന് പറഞ്ഞ്. അപ്പം ഗുരു പറഞ്ഞ് നീ പതിയെ വണ്ടി വിട്, കുട്ടികൾ എന്നെ കാത്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഒരു കുട്ടിയുടെ മനസ്സ് എത്രത്തോളം ഗുരുവിൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾ വലിയ അറിവും ഒന്നും ഉള്ളവരൊന്നുമല്ല, പക്ഷേ ഗുരു കുട്ടികളെ എത്രമാത്രം സ്നേഹിച്ചെന്നും ഒരു കുട്ടിയുടെ മനസ്സ് അവിടെ അർപ്പിക്കുമ്പോൾ അത് എത്രമാത്രം ഗുരു അത് ഉൾക്കൊള്ളൂ എന്നുള്ളതാണ് എനിക്ക് പിന്നെ മനസ്സിലാവാൻ തുടങ്ങിയത്. അവിടെ എത്തി കളമച്ച ജംഗ്ഷനിൽ എത്തിയപ്പോൾ അവിടെയുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞുകൊണ്ട് പോത്തങ്കോട്ട സ്വാമി ഇന്ന് വരുന്നുണ്ട്, നമുക്ക് എല്ലാവരും കൂടെ സ്വാമി ഇറങ്ങുമ്പം കൂവണമെന്ന് പറഞ്ഞു. സാധാരണ സ്വാമിമാരെ പോലെയാണ് ഗുരുവിനെ അവർ കണ്ടത്. ചിലർ മാത്രം ഗുരു കാറിൽ നിന്നിറങ്ങി ആ ജംഗ്ഷനിലെത്തിയതും പതിയെ കാറ് ഡോറ് തുറന്ന് ഗുരു ഇറങ്ങിയിട്ടിങ്ങനെ എല്ലാവരെയും നോക്കി ഒന്ന് ഇതാക്കി. ഇവർ ഈ കൂടി നിന്നവരൊക്കെ എങ്ങോട്ട് ഓടണമെന്നറിയാൻ വയ്യ. അവർ ലോകത്തിൽ ഇതുവരെയും കണ്ടില്ലാത്തൊരു രൂപമല്ലേ ഗുരുവിൻ്റെ രൂപം. അവർ പലരും, ചിലർ തൊഴുതവരുണ്ട്, മുണ്ട് മടത്ത് കെട്ടി നിൽക്കണമെന്നാണ് അവർ പറഞ്ഞ. അതിലുള്ളൊരു മുതിർന്ന ആൾ മടത്തഴിച്ചിട്ട് തൊഴുതുന്നു. അവരെന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരു വിഭ്രാന്തി പോലെ ആയിപ്പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വരാൻ വൈകിയപ്പോഴേ സുജാതമ്മ എല്ലായിടവും തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഗുരു വന്ന് ഞങ്ങൾക്ക് പാല് കാച്ചി തന്നു. പക്ഷേ ആ സന്തോഷം അധികം കാലം നിന്നില്ല. അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും, അപ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠന് ചങ്ങനാശ്ശേരിയിലായിരുന്നു ജോലി. മൂത്ത ജ്യേഷ്ഠന് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകളുമായി വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാണ് അച്ഛൻ ഗുരുവിനെ അറിയിക്കുന്നത്. അപ്പം ഗുരു പറഞ്ഞു അത് ചെയ്യരുത്, ചെയ്താൽ വലിയ ഗുരുവിൻ്റെ ഭാഷയാണ് കെടുതി വരും എന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ പറഞ്ഞ് അത് ഞാൻ വാക്ക് കൊടുത്തുപോയി ഗുരുവേ എന്ന് പറഞ്ഞ്. അന്നേരം ഗുരു ഒന്നും മിണ്ടിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടെ ചോദിച്ചു, ഗുരുവേ അത് നടത്തണം, എനിക്കത് മാറ്റാൻ പറ്റൂല, ഇനി നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന് ഗുരു പറഞ്ഞു. പക്ഷേ അച്ഛൻ ആ കല്യാണം നടത്തി. അച്ഛൻ്റെ ഇഷ്ടത്തിന് ആ കല്യാണം നടത്തി. 7 ദിവസത്തെ ദാമ്പത്യ ജീവിതം. ആ ചേച്ചി 8ൻ്റെ അന്ന് ഇറങ്ങി ഓടി, എങ്ങോട്ടെന്നില്ലാതെ ഓടി. കൂടെ ഉള്ളവരെല്ലാവരും ഓടി അവരെ പിടിച്ച് ഒരു കാറിലിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ചെയ്യരുതെന്ന്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതെൻ്റെ വകയല്ല, ഈ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന വാക്കാണ്. നമ്മളെ മണി കെട്ടിയിരിക്കണം, അതിൻ്റെ താഴെ ഒരു മാവുണ്ട്, ആ മാവി ചേർത്ത് അത് ചെറ്റപ്പുരയിലാണ് അന്ന് വരുന്നവരൊക്കെ കിടന്നുകൊണ്ടിരുന്നത്. ആ മാവിൻ്റെ ഈ ചേച്ചിയെ ചങ്ങലയിട്ട് 21 ദിവസം ഇവിടെ ഇട്ട് പ്രാർത്ഥിച്ച് നമ്മൾ എല്ലാവരും കൂടെ. കുളിപ്പിക്കാൻ കൊണ്ടുപോകാനും ഇവിടെ നിന്ന ജനനിമാർ, പിന്നെ പ്രതിഭാജന്നി, സൗമ്യജന്നി, പ്രജ്ഞാജന്നി, ഇവരെ പോലെയുള്ളവർ അന്ന് നമുക്ക് തണലായും കൂട്ടായും നിന്ന് നമ്മളോടൊപ്പം ആ 21 ദിവസം ആയപ്പോഴത്തേക്ക് ചേച്ചിയുടെ അസുഖം ഭേദമായി വീട്ടിൽ കൊണ്ടുപോയി. അവരുടെ അച്ഛൻ അവരെ വീട്ടിൽ കൊണ്ടുപോയി. പക്ഷെ ചേച്ചി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. ഈ ചേട്ടൻ വീട്ടിൽ വന്ന് ഗുരു കത്തിച്ച് വെച്ച വിളക്കെടുത്ത് കൊണ്ടങ്ങ് പോയി. എവിടെയെന്നറിയാൻ വയ്യാതെ
ആ വീട് ആകെ ഒരു കരകയറാൻ വയ്യാത്ത ഒരു കടലിലിട്ടതുപോലെ ആ കുടുംബത്തിനെ തള്ളിയിട്ടിട്ട് ആണ് ആ ചേട്ടൻ അങ്ങ് പോയത്. ഈ വിളക്കെടുത്ത് കൊണ്ടുപോയി ഈ ചേച്ചിയുടെ അസുഖം വന്നപ്പം ഗുരു ഉപേക്ഷിക്കാൻ പറ്റാത്ത ആ കുടുംബത്തിനെ എങ്ങനെ കരകയറ്റണമെന്നുള്ള ആ ദൈവത്തിൻ്റെ ആ ഒരു വേദന, ഒരു കുഞ്ഞിനെ കളയാൻ പറ്റുമോ ഒരച്ഛന് എന്ന് പറഞ്ഞ പോലെ ആ ദൈവം നമ്മളോട് പറഞ്ഞു, ഇനി നിങ്ങളവിടെ താമസിക്കണ്ട, ആ വീട് സ്ഥലവും വിറ്റിങ്ങ് പോരിയെന്ന് പറഞ്ഞ്. അങ്ങനെ 1981 ഞങ്ങളെ സ്ഥലവും വീടും വിറ്റ് ഞങ്ങൾ ഗുരുവിൻ്റെ അടുത്തേക്ക് അച്ഛൻ ഞങ്ങളെ കൊണ്ടുവന്നു. ഇനി ഒന്നും വേണ്ട ഗുരുവേ, ഞങ്ങൾക്ക് മനസമാധാനം മാത്രം മതിയെന്ന് അച്ഛൻ അപേക്ഷിച്ചു ഗുരുവിനോട്. പിന്നെയുള്ള ജീവിതം നമുക്ക് സന്തോഷം നിറഞ്ഞതാണ്. ആശ്രമത്തിലുള്ള കർമ്മങ്ങളും ആശ്രമത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് കിട്ടുന്ന അന്നൊന്നും പ്രാർത്ഥന എന്തെന്നോ ഈ ബ്രഹ്മം എന്തെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ മനസ്സിനെന്തോ പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. വലിയ വലിയ വാക്കുകളൊന്നും നമ്മൾ കേട്ട് തഴമ്പിച്ച ഒരു പാരമ്പര്യം നമുക്കില്ല. അന്ന് അത്രയും വലിയ ദുഃഖത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചതാണ് ഗുരു. കൈ ഒരിക്കലും വിടല്ലേ എന്നാണ് ഇപ്പോഴും പ്രാർത്ഥന. ആശ്രമത്തിൽ വന്ന് ആശ്രമ ജീവിതം സന്തോഷം നിറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മവും നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാ യാമങ്ങളിലുള്ള പ്രാർത്ഥന, ആരാധന, പിന്നെ രാത്രിയിലൊക്കെ ആകുമ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ട് 15 ദിവസം പ്രാർത്ഥിക്കണം, അരമണിക്കൂർ പ്രാർത്ഥിക്കണം. 1990 ആയപ്പോഴത്തേക്ക് 90 ദിവസത്തെ പ്രാർത്ഥന, ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ബ്രഹ്മത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടി. അതൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരം, ദൈവമേ, നമ്മൾ ഒരറിവുമില്ലാത്ത നമുക്ക് ദൈവം തന്നൊരു വരദാനം പോലെ നമ്മൾ അത് എടുത്ത്. അതും കഴിഞ്ഞ് പിന്നെ അത് ഒരു കാര്യം പറയാൻ പറഞ്ഞുപോയി. 84 സന്യാസിമാരുടെ സന്യാസി ദീക്ഷാ വാർഷികം വന്നു. നമുക്ക് ഒരു ഉത്സവം പോലെയായിരുന്നു. കാര്യം ഇത്രയും ദിവസം ഇത്രയും കാലം ഗുരുവിനോടൊപ്പം കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ത്യാഗപ്പെട്ട് ജീവിച്ച മഹത്തുക്കളാണ് അവർ ഇവിടെ ചാണകം മെഴുകിയും ഇവിടെയുള്ള സന്യാസിമാർ താമസിക്കുന്ന ധ്യാനപടം തളിച്ചും നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകും ചാണകം തളിക്കാൻ വേണ്ടി. അങ്ങനെ ഈ സന്യാസിമാർ തപസ് ചെയ്യുന്ന ധ്യാനപടം തളിക്കാനും അരിയരിക്കാനും സകല കർമ്മങ്ങളും ചെയ്യുന്ന ഈ നമ്മളെ മുതിർന്ന ചേച്ചിമാരെന്ന് നമ്മൾ വിളിച്ച് അവർക്ക് സന്യാസം കിട്ടുക എന്ന് പറഞ്ഞാൽ അതീപരം ഒരു സന്തോഷം നമുക്കില്ലായിരുന്നു. 10 ദിവസത്തെ സന്യാസത്തിൽ ഉള്ള സത്സംഗം ഗുരുവാണ് അത് സത്സംഗത്തിന് വന്നിരുന്ന് സംസാരിക്കുന്നത്. അപ്പം ഗുരു പറയും, ഗൃഹസ്ഥനും സന്യാസിയും ഒരു നാണയത്തിൻ്റെ 2 തട്ടുകളാണ്. നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും എന്നും ഉണ്ടാവണം. അത്രയും കരുതലോടുകൂടിയാണ് ഗുരു ഇവിടെ ഒരു സാധാരണ ജീവിതം എന്ന് പറഞ്ഞാൽ ഗുരു ഇത്രയും വലിയൊരു ദൈവം നമ്മളോടൊത്തൊരു സാധാരണ മനുഷ്യൻ ജീവിക്കും പോലെ നമ്മളോടൊത്ത് ജീവിച്ചു ഗുരു. എല്ലാ ത്യാഗങ്ങളും സഹിച്ച് ഗുരു ഇവിടെ ജീവിച്ച് നമുക്ക് എല്ലാം തന്നു, എല്ലാ കാരുണ്യവും നമുക്ക് തന്നു. ഈ പരമ്പരയ്ക്ക് വേണ്ടി ഗുരു സകലതും 72 വർഷം നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ജീവിച്ച ആ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിക്കാനാണ് ഈ ജന്മം ഉപയോഗിക്കുന്നത്. പിന്നെ 83 ഒരു ദിവസം ഇതുപോലെ തന്നെ സുഭദാജന്യയും ധീരാജന്യയും സംഗീതം പഠിപ്പിക്കാനായിട്ട് പടിഞ്ഞാറക്കോട്ടയിൽ നിന്നൊരു ടീച്ചറിനെ വരുത്തി. അപ്പോൾ അവർ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളാ പർണശാലയുടെ ഫ്രണ്ടിലൊരു മാവുണ്ട്. ആ മാവിൻ്റെ അവിടെ ഒരു അര ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ ഗുരു ഇങ്ങനെ നിന്ന്. അപ്പം എന്നോട് ചോദിച്ചു, ഞാൻ കഞ്ഞി കുടിച്ചിട്ട് തിരിച്ചു വരുമ്പം ഇങ്ങനെ വിളിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നു. അരയിലൊരു 5 രൂപ നോട്ട്, അന്ന് തുട്ടല്ല നോട്ടാണ്, ഒരു 5 രൂപ നോട്ടെടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ്, ഇത് ആ ടീച്ചറിന് കൊണ്ടുപോയി കൊടുത്തിട്ട് നീ സംഗീതം പഠിക്കണമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗുരു ആരാ? ഈ ലോകം മൊത്തവും ഇരുട്ടിക്കഴിയുന്ന മനുഷ്യരെ നോക്കുന്ന ഗുരു. എൻ്റെ അച്ഛൻ്റെ സ്നേഹവും ഈശ്വരൻ്റെ സ്നേഹവും എന്താ പറയണ്ടേ, ആ സ്നേഹം ശരിക്കും ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. എത്രയോ ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് കാരുണ്യം ചൊരിയുന്ന ഗുരു കേവലം ഒരു അണു മാത്രമുള്ള എന്നെ മാത്രമല്ല എല്ലാവരെയും ഇതിനകത്ത് കഴിയണ ഓരോ കുഞ്ഞിനെയും ഗുരു അങ്ങനെയാണ് സ്നേഹിച്ചത്. ഞാൻ പറയും എന്നെ സ്നേഹിച്ചതെന്ന്. ഇതിനകത്തിരിക്കുന്ന ഓരോ കുഞ്ഞു കുട്ടീനെയും ഗുരു സ്നേഹിച്ചത് അങ്ങനെയാണ്. എന്നെപ്പോലെ തന്നെയാണ് ഈ പരമ്പരയെ മൊത്തം ഗുരു സ്നേഹിച്ചത്. ഒരാളിൻ്റെയും വേദന ഗുരുവിന് താങ്ങാനാവില്ല, ഒരു ദുഃഖം ഗുരുവിന് താങ്ങാനാവില്ല. ഒരാളിന് വയ്യാഴി വന്നാൽ ഗുരു അതുപോലെ ഇരുന്ന് സങ്കല്പം ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഗുരു. നമ്മളെ കണ്ണിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സമയം അനുവദിച്ചതായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ
എല്ലാം എൻ്റെ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ സന്യാസി ദീക്ഷയ്ക്ക് എൻ്റെ എല്ലാ മക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ ജനനിമാർക്കും സ്വാമിമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന എത്തിക്കുകയാണ്. സദ്ഗുരുവേ ശരണം. കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ശാന്തഗിരി മാതൃമണ്ഡലം തിരുവനന്തപുരം റൂറൽ ഏരിയയിലെ ഡോക്ടർ ഋഷിമിത്ര TR അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സദ്ഗുരുവേ ശരണം. 49ാമത് സന്യാസി ദീക്ഷയോടനുബന്ധിച്ച് നടക്കുന്ന സത്സംഗത്തിൽ കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായ കർമ്മം. സർവാദരണീയ നവനന്മ സ്വാമിയെ ഗുരുവിന്റെ നാമത്തിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മോട് അനുഭവം പങ്കുവച്ച അമ്പി ചേച്ചിക്കും രാജ്കുമാർ അണ്ണനും ഗുരുവാണി വച്ച മധുരനാഥനും ഈ സത്സംഗത്തിന് വേണ്ടി കൃതജ്ഞത അർപ്പിക്കുന്നു. എന്റെ വാക്കുകൾ ഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചുകൊള്ളുന്നു. സദ്ഗുരുവേ ശരണം.